ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ പാൽപ്പിടിയും ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ എന്നൊരു തോന്നലേ. കുറേ നാളായി ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് സമയം മെനക്കെടണം. ഒരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് ഇങ്ങനെ നീണ്ടുപോയി. ഇന്ന് എന്തായാലും പാൽപ്പിടിയും ചിക്കൻ കറിയും ഉണ്ടാക്കി കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിടി ഉണ്ടാക്കാം. പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നൂൽപൂട്ടിന് അപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടി എടുത്താൽ മതി. ഇത്രയും അരിപ്പൊടി വെച്ചിട്ട് പിടി ഉണ്ടാക്കിയാൽ തന്നെ ഒരു 5 പേർക്കൊക്കെ ധാരാളമായിട്ട് കഴിക്കാനുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 4 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഇതെല്ലാം അതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം അരച്ചെടുക്കാനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഇപ്പം ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറുതായിട്ടൊരു തരിതരിപ്പുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഒരു ചോട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഈ അരപ്പ് ചേർക്കാം. ഈ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി അളന്നെടുത്തത് ആ പാത്രത്തിൽ ഒരു 1/4 പാത്രം വെള്ളം കൂടെ ചേർക്കണം. ശരിക്കും 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. ഞാനിവിടെ തേങ്ങ അരക്കുമ്പോൾ ചേർത്തിട്ടുള്ള ആ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ കണക്കിലെടുത്തിട്ടാണ് ബാക്കി വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇനി സ്റ്റവ് ഓണാക്കിയിട്ട് ഈ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി വെട്ടി തിളച്ച് വരണം. ഇപ്പോൾ ഇതാ നമ്മളെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യാറില്ലേ, വെള്ളം തിളപ്പിച്ചിട്ട് അരിപ്പൊടി വാട്ടിയെടുക്കാറില്ലേ, അതുപോലെയൊക്കെ തന്നെ. അരിപ്പൊടി ഇടനോടുകൂടി നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇല്ലെങ്കിൽ അവിടെയും ഇവിടെയും കട്ട പിടിച്ചിട്ട് ശരിക്കും മിക്സായി കിട്ടില്ല. ഈ പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം കറക്റ്റായിരുന്നു. ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് ഇത്രയും വെള്ളം മതി. ഓരോരുത്തരും എടുക്കണ അരിപ്പൊടിക്ക് അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ചിലപ്പോൾ ഇത്രയും വേണ്ടി വരില്ല, ചിലപ്പോൾ കുറച്ചും കൂടെ അധികം വേണ്ടി വരും. വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പിടി അത്ര ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ. ഇത് നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ആദ്യം നന്നായി മിക്സാക്കി കൊടുക്കണത്. സ്പൂൺ വെച്ചിട്ട് മാക്സിമം നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം അങ്ങോട്ട് മാറ്റി വെക്കാം, ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ 1 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള 1-ാം പാൽ ഇവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് 2-ാം പാല് പിഴിഞ്ഞെടുത്തതാണിത്. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ മാവ് ഇവിടെ ഏകദേശം ചൂടാറിയുണ്ട്. കൈക്ക് പൊറുക്കണ ഒരു ചൂടാവുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴയ്ക്കണ പരുവത്തിൽ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം മാവ്. മാവ് എത്രത്തോളം നന്നായി കുഴയ്ക്കണോ അത്രത്തോളം നമ്മുടെ പിടി നല്ല ഷേപ്പിൽ കിട്ടും. അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവില്ല. അതുകൊണ്ട് ഒരു 5-6 മിനിറ്റെങ്കിലും ചുരുങ്ങി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം മാവ് ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് മുഴുവനും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നല്ല ചെറുതും അല്ല, എന്നാൽ നല്ല വലുതും അല്ലാതെ ഒരു മീഡിയം സൈസിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഷേപ്പിൽ കിട്ടും. മാവെല്ലാം ഇതുപോലെ ഒരേ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ എൻ്റെ റോസും കൂടെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നിന്നാൽ കുറച്ച് സമയം എടുക്കണ ഒരു പണിയാണിത്. ഇനി ഒരു ചോട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ 2-ാം പാല് ചേർക്കാം. ഇനി സ്റ്റവ് ഓണാക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി അരിപ്പൊടിയിൽ ഉപ്പിട്ടിട്ടാണ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസ് ബോൾസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ നന്നായി തിളപ്പിച്ചിട്ടെടുക്കണം. ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് ഈ റൈസ് ബോൾസ് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരും. ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്പൂൺ ഇട്ടിട്ട് ഒരുപാടൊന്നും ഇളക്കി കൊടുക്കരുത്. പതുക്കെ വേണം ഇളക്കാൻ. തേങ്ങാപ്പാൽ കിടന്നിട്ട് ഈ റൈസ് ബോൾസ് നന്നായി വേവുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. നമ്മൾ ഈ പാല് കുറുകാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയൊന്നും കലക്കി ചേർക്കണില്ല. 2-ാം പാലിൽ കിടന്നിട്ട് റൈസ് ബോൾസ് നന്നായി വെന്തിട്ട് അതിൻ്റെ ചാറൊക്കെ കുറുകി വന്നാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1-ാം പാല് ചേർക്കാം. 1-ാം പാല് ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കാൻ പാടില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാൽപ്പിടി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ ഇതൊന്ന് വറുത്തിടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തു. നെയ്യിൽ കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള കുഞ്ഞുള്ളി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ.
നിർബന്ധമൊന്നുമില്ല ഉള്ളി മൂപ്പിച്ചിട്ടോളണമെന്ന്, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് നമ്മളെ പിടിയിൽ ചേർക്കാം. ഈ നെയ്യിൽ ഉള്ളി മൂത്ത് വരുമ്പോഴുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. ഇപ്പം നമ്മുടെ പാൽപ്പിടി ഇവിടെ റെഡിയായി. ഇപ്പം പകുതി പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണം. ഈ പിടി കഴിക്കാൻ നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറിയാണ് ടേസ്റ്റ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ മസാലയുടെ പൊടിയൊന്നും ചേർക്കാതെ പണ്ട് കാലത്ത് നമ്മളെ അമ്മമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന പോലത്തെ നല്ല നാടൻ ചിക്കൻ കറിയാണ്. നാടൻ ചിക്കൻ കിട്ടാൻ കുറച്ച് പാടാണ്. നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ബ്രോയിലർ ചിക്കനാണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ നല്ല നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസ് സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ സവോള കുറച്ച് ഉപയോഗിക്കാനാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ ചെറിയുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടെ വേണം. ഇനി അതിലേക്ക് വേണ്ട മസാലയ്ക്കായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഒരു 5 ഏലക്കായ, ഒരു 5-6 ഗ്രാമ്പൂ, 2-3 ചെറിയ കഷ്ണം പട്ട, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക്, ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങും കൂടെ വേണം. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതാ ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കറിക്ക് വേണ്ട മസാലകളൊക്കെ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്തു. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങയുടെ ഒപ്പം തന്നെ ഉള്ളി ചേർക്കുമ്പോൾ ഇങ്ങനെ ഉള്ളി മൂപ്പിച്ചിട്ട് ചെയ്യണ ആ ഒരു ടേസ്റ്റ് മണമൊന്നും കിട്ടാറില്ല. ഇപ്പം നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ മസാലകളൊക്കെ ചേർക്കാം. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ മല്ലിയും മുളകും ഒക്കെ നന്നായി മൂത്ത് വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. മല്ലിയും മുളകും കുരുമുളകും ഒക്കെ മൂത്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണം വരും. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നന്നായി മൂപ്പിച്ചെടുക്കണം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഒട്ടും കരിഞ്ഞു പോവാതെ നമ്മൾ ഈ മസാലകളൊക്കെ എത്രത്തോളം നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പറ്റണോ അത്രയും നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റും കൂടും. ഇപ്പം തേങ്ങയുടെ ഒക്കെ കളർ മാറിയിട്ട് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാം, പക്ഷെ ഞാൻ ഇന്ന് ഇത്രേ ചെയ്യണുള്ളൂ. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. തേങ്ങയുടെ കൂട്ട് അവിടെ ഇരുന്ന് ചൂടാറുമ്പോഴത്തേനും നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സവോള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള ഇവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായി വേവിച്ചെടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ബാക്കിയുള്ളത് ചിക്കൻ്റെ കൂട്ടത്തിൽ വെന്തോളും. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ചിക്കൻ്റെ കൂടെ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആ മസാലകളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കണ പോലെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ഇവിടെ ഇരുന്നിട്ട് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മസാല ഒന്ന് അരച്ചെടുക്കാം. ഈ മസാല എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ആദ്യം തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് അരയ്ക്കണതാണ് നല്ലത്. അപ്പോൾ ഒന്നും കൂടെ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റും. മസാല ഞാനിതവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിതരിപ്പില്ലാണ്ട് നല്ല നൈസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചിക്കൻ ഇവിടെ ചെറുതായിട്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ മസാല ചേർക്കാം. മസാല ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ചാറ് കുറച്ച് കുറവുള്ള പോലെ ഉണ്ട്. ചിക്കൻ വെന്ത് കഴിഞ്ഞ് ഇത് കുറുകി വരുമ്പോൾ നമുക്ക് ചാറ് തീരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക്
മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ള അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം അതാ ചാറൊക്കെ പാകത്തിനായിട്ടുണ്ട്. ചിക്കൻ വേവുമ്പോഴത്തേനും ചാറ് ഒന്നും കൂടെ വറ്റി കുറുകി വരും. ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഇട്ടിട്ടുള്ള ഉപ്പല്ലാതെ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ മസാല ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് ഈ ചിക്കൻ കറിക്ക്. ഇനി ഈ ചിക്കനൊക്കെ വെന്ത് വരുന്നവരെ കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 15 മിനിറ്റോളം എടുക്കും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളം കൂടെ ഇറങ്ങിയിട്ട് ചാറ് കുറച്ച് ലൂസാണ്. അപ്പം നമുക്കിതൊന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. അതുകൊണ്ട് അടപ്പ് തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ച് വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്തു. ഇനി ഇത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ നാടൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉള്ളി മൂപ്പിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇപ്പം കറിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് ചിക്കൻ കറിയിൽ ചേർക്കാം. ഇപ്പം നമ്മുടെ വറുത്തരച്ച നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറുതെ പറയണമല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്. ഈ പാൽപ്പിടിയുടെ കാര്യം പിന്നെ പറയേ വേണ്ട. അപ്പം നല്ല അടിപൊളി പാൽപ്പിടിയും നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറിയും. ആരാണാവോലെ ഈ കോമ്പിനേഷനൊക്കെ കണ്ടുപിടിച്ച്? എന്തായാലും ഇത് ചെയ്ത ആളെ സമ്മതിച്ചേ പറ്റൂ. എന്താ ടേസ്റ്റ് എന്നറിയോ? ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഓരോ പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. ഇതിങ്ങനെ മുന്നിൽ വെച്ചിട്ട് കുറേ സമയമൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.